ഹായ് കൂട്ടുകാരെ, അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ദിവസത്തേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മീൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തെന്നറിയാം, വരാല്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പുഴമീൻ കഴിക്കണമെന്നൊരു ആഗ്രഹം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിട്ടുമെങ്കിൽ കൊണ്ടുവരാം. അപ്പം ഞാനിന്ന് വരാലാണ് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ വരാല് കറി വെച്ച് ചക്കക്കുഴയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴും കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷം വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം നമുക്ക് വരാല് കറിയും ചക്കക്കുഴയാണ്. അങ്ങനെ ഞാൻ മസാലയൊക്കെ തയ്യാറാക്കുകയാണ് കൂട്ടുകാരെ. അപ്പം മസാല എല്ലാം റെഡിയാക്കി വെച്ചിട്ട് മീനെല്ലാം അതിൻ്റെ ഇടയ്ക്ക് വെട്ടി വൃത്തിയാക്കി ക്ലീനാക്കി മീനൊക്കെ വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി അവിടെയൊക്കെ ഫിനോയിലൊക്കെ ഇട്ട് തേച്ച് കഴുകി എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം കറിയൊക്കെ വെച്ചതിന് ശേഷം പോയി കുളിക്കാമെന്ന് കരുതി. അല്ലാതെ കുളിച്ചിട്ടൊന്നും കറി വയ്ക്കാൻ നിൽക്കണില്ല. കാരണം എൻ്റെ ദേഹം തന്നെ ഭയങ്കര നാറ്റമായിപ്പോയി. ഈ മീൻ മാർക്കറ്റിലുള്ള അതേ സ്മെല്ല് എൻ്റെ ദേഹത്തടിക്കണം. പിള്ളേരാരും അടുത്തോട്ട് വരണില്ല. അവരൊക്കെ അകത്ത് തന്നെ അടുക്കളയെ ഭാഗത്തോട്ട് വരണില്ല. അപ്പം ഞാൻ വിചാരിച്ചതെന്നറിയാം, ഇനി അവളുമാർ വരണ്ട, ഞാൻ തന്നെ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാം. അങ്ങനെ ഫിനോയിലും ലോഷനും എല്ലാം ഒഴിച്ച് അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതെല്ലാം ചെയ്ത് കേട്ടോ. അപ്പോൾ ഇനി ഈ മീൻ കറിയൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് കുളിച്ചിട്ട് പിന്നെ അടുത്ത പണി. അപ്പോൾ ഞാൻ കുളിക്കാൻ പോണ സമയം കൊണ്ട് മീൻ കറിയും വെച്ച് ചക്കയൊക്കെ വെച്ചേ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് ഇനി കുളിയും നനപ്പും എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഉപ്പും പുളിയും എല്ലാം പിടിച്ചിരിക്കും. പക്ഷേ എനിക്ക് കിട്ടിയത് ഇത്തിരി ഫ്രഷ് അല്ലെന്ന് എനിക്കൊരു തോന്നൽ. അതുകൊണ്ട് നന്നായിട്ട് എരിവും പുളിയും കുരുമുളകും എല്ലാം ചേർത്താണ് വയ്ക്കുന്നത്. കുടംപുളി ഇട്ടൊക്കെയാണ് വയ്ക്കുന്നത്. കാരണം എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ തേങ്ങാപ്പാൽ ചേർക്കും. പക്ഷേ ഇതിൽ അങ്ങനെയും ചേർക്കണില്ല. കാരണം കിട്ടിയത് അത്ര ഫ്രഷ് അല്ല. എന്നാലും ഞാൻ കുറ്റം പറയണില്ല, ഞാൻ ഉള്ളത് പറഞ്ഞതേ ഉള്ളൂ. വേറെ തന്നവരെ കുറ്റമൊന്നും പറയണില്ല. ഞാൻ ചോദിച്ചത് കൊണ്ടിട്ട് അവർ മീൻ കൊണ്ട് തന്നു. ഇനി നമ്മൾ നോക്കിയും കണ്ട് ഇരുന്നാൽ മതിയല്ലോ. അപ്പോൾ ഇനി അടുത്ത് ഇതൊക്കെ ഒന്ന് വയ്ക്കട്ടെ. ഇതെല്ലാം വെച്ചിട്ടൊന്ന് കുളിക്കണം. അത്രയ്ക്ക് സ്മെല്ലടിച്ചിട്ട് നിൽക്കാൻ വയ്യ. അയ്യോ, നല്ല മുട്ട പണി എനിക്ക് കിട്ടിയത് കേട്ടോ. ഇനി ഇങ്ങനത്തെ മീനൊന്നും മാറ്റിയായിരിക്കണം നല്ലത്. പിന്നെ ഇപ്പോൾ ഇതൊക്കെ കറിയൊക്കെ ശരി, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കറിയൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് അരപ്പ് തിളച്ച് ഉടനെ മീനൊക്കെ എടുത്തിട്ട് മീനിട്ട് നല്ല നേരെയാക്കിയതിന് ശേഷം കുളിച്ചിട്ട് വന്നിട്ട് അടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുളിക്കട്ടെ. നാറി വയ്യെന്നാണ് ഞാൻ പറയണത്. എനിക്ക് സ്മെല്ലടിക്കുന്നുണ്ട്, ഭയങ്കര സ്മെല്ല്. ഈ മീൻ മാർക്കറ്റ് രാവിലെ തൊട്ട് നിന്ന് മീൻ വെട്ടണവർ അതേ അവസ്ഥയായിപ്പോയി. ഹായ്, അപ്പോഴേ ഞാൻ മൊത്തത്തിൽ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കി ഞാനും ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്നു. അപ്പം അത്രയും സമയം നമ്മുടെ മീൻ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. ഇത് വല്ലാത്തൊരു പണിയാണ് കേട്ടോ. ചുമ്മാ ഇവിടത്തെ നമ്മളെ ഈ ഏരിയയിലുള്ള ആരും വാങ്ങിക്കത്തില്ലേ. അങ്ങ് വടക്കോട്ട് ആലപ്പുഴക്കാരാണ് കൂടുതൽ ഇങ്ങനത്തെ വരാല് മീൻ, ഈ പുഴമീനൊക്കെ ഉപയോഗിക്കണത്. ഇത് വെട്ടാനൊക്കെ ഭയങ്കര പാടാടേ. നമ്മൾ വിചാരിക്കും പോലെ ഒന്നല്ല. പക്ഷെ തേക്കാനൊക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ടിട്ട് ഞാൻ തൊലി വലിച്ചു ഉരിക്കും. ഞാൻ ഉളുമ്പ് കളയാനൊക്കെ എനിക്ക് ഭയങ്കര ഉളുമ്പ് വരുന്ന എനിക്ക് ഭയങ്കര ഒരുമാതിരി എന്താ പോലെ. അതുകൊണ്ടിട്ട് ഞാൻ വിനാഗിരി ഉപ്പും നന്നായിട്ടങ്ങ് തേച്ച് കഴുകിയതിന് ശേഷം മാത്രമേ ഞാൻ ഇത് ഉപയോഗിക്കത്തുള്ളൂ. കാരണം പുഴമീനാണ്, ചെളിയൊക്കെ വരാലൊക്കെ ചെളിയൊക്കെ കഴിക്കുന്നതാണ്. അപ്പം അതിൻ്റെതായിട്ട് ഇത് പോണെങ്കിൽ ഇച്ചിരി. അപ്പം നമ്മുടെ മീൻ കറി ഇങ്ങനെ ഇരിക്കണം നോക്കാം. ഞാൻ അടുത്ത് പോയി കാണിച്ചു തരാം. കണ്ടോ, എല്ലാം നല്ല കുട്ടപ്പനായിട്ടിരിക്കുക. എണ്ണയൊക്കെ തെളിഞ്ഞ് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോയത്. കുടംപുളി ലൈറ്റ് വട്ടത്തിൻ്റെ ഇത് കണ്ടോ. അപ്പം ഇങ്ങനെയാണ് എൻ്റെ മീൻ കറി ലാസ്റ്റ്. പിന്നെ നമുക്ക് അടുത്തൊരു സാധനമുണ്ട്, ചക്ക നല്ല കുരുമുളകും വെളുത്തുള്ളിയും ശരിക്കും അങ്ങോട്ട് ചേർത്ത് കേട്ടോ. അതൊക്കെ വെച്ചിട്ടുണ്ട്. അടച്ചിട്ട് കറി കോരാൻ പോവാണേ. ഫസ്റ്റിൽ ഞാൻ കോരി കാണിച്ചു തരാം. ഇച്ചിരി ചക്ക എടുത്തിട്ടുണ്ട് കണ്ട. ചക്ക ഇച്ചിരി എടുത്തിട്ടുണ്ട് കണ്ട. അതിലോട്ട് നമുക്ക് ഇച്ചിരി വരാല് കറി ശകലം കോരി ഇങ്ങനെ ഒഴിക്കാം. ഇങ്ങനെ ഇരുന്നോട്ട് കേട്ടോ. ഇനി ബാക്കി ഞാൻ പിന്നെ കാണിച്ചു. അപ്പം ഗൈസ്, ഞങ്ങൾ 3 പേരും കൂടെ ഇരിക്കണം. ഒരാൾ ചാരി. അപ്പൊ എപ്പോഴും ഇങ്ങനെ തന്നെ, ഒന്നിനോട് സഹകരിക്കത്തില്ല, പാത്രം മാറി. അപ്പൊ ഞാൻ എൻ്റെ വരാല് കറിയുടെ തലയാണ്. അപ്പൊ തല ഞാൻ മുഴുവനായിട്ടിട്ടില്ല, രണ്ടായിട്ടൊക്കെ മുറിച്ചാണ് ഇട്ടത്. കപ്പയിട്ടൊന്ന് കഴിക്കട്ടെ. കൊള്ളാമോ? നെല്ലിക്ക അച്ചാറ്. നെല്ലിക്ക അച്ചാറ്, അരിനെല്ലിക്ക. കിടക്കാച്ചി സൂപ്പർ. മോരും വെള്ളത്തിൻ്റെ കൂടെ കഴിക്കാം. അതല്ല, ഇതാണ്. കഴിച്ചു നോക്കും.
അപ്പൊ കുറെ ആദ്യത്തെ ചക്ക കിട്ടിയതാണ്. അപ്പൊ ശരിക്കും നന്നായിട്ട് കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ചേർക്കണം, അല്ലെങ്കിൽ വയറുവേന വരും. ഉള്ളവോ കഴിക്ക്. ആദ്യം നെല്ലിക്കല്ല കഴിക്കണ്ടേ, ഇതാണ് കഴിച്ചോ. കൊള്ളാം കേട്ടാ.